ഹായ് ഓൾ. ഇലക്ട്രിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ഉണ്ട്. രണ്ടിന്റെയും അടിസ്ഥാന യോഗ്യത ഡിപ്ലോമയാണ്. ഒന്ന് സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. നമുക്കറിയാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്കാണ് നിയമനം വരുന്നത്. കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു ബോർഡാണ്. സാലറി വളരെയധികം കൂടുതലുള്ള ഒരു പോസ്റ്റാണ്. അതായത് സാധാരണഗതിയിൽ ഈ ഒരു റാങ്കിൽ, അതായത് സബ് എഞ്ചിനീയർ ഡെസിഗ്നേഷനിൽ തന്നെ നമ്മൾ മറ്റേ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതിനേക്കാളും ഒരു 10,000 12,000 രൂപയെങ്കിലും കൂടുതൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ് സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. KSEB-യിലാണ് ജോലി. അടുത്തത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നതാണ്. ഇത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, പോളിടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ അധ്യാപന സമാനമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന പോസ്റ്റാണ്. ഇത് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടുന്ന ജോലിയാണ്. അതായത് രണ്ടും തമ്മിലുള്ള ഏക വ്യത്യാസം ഇതാണ്. ഒന്ന് ഗവൺമെന്റ് കീഴിലുള്ള ബോർഡിലാണ് നിയമനം കിട്ടുന്നത്, മറ്റൊന്ന് ഡിപ്പാർട്ട്മെന്റിലാണ്. പക്ഷേ രണ്ടിന്റെയും അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. രണ്ടിലും ബിടെക്കുകാർക്കും എംടെക്കുകാർക്കും അപേക്ഷിക്കാനും പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് എക്സാമിനേഷനും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ തയ്യാറെടുപ്പിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഏറെക്കുറെ ഒരേ സ്വഭാവമുള്ള, ഏറെക്കുറെ ഒരേ യോഗ്യതകളുള്ള ഒരു എക്സാമിനേഷൻ ആണ് നമ്മുടെ മുമ്പിലുള്ള ഈ രണ്ട് പോസ്റ്റുകളും. ഈ രണ്ട് പരീക്ഷകളെ നമ്മുടെ മുമ്പിൽ ഉടൻ പ്രതീക്ഷിച്ച് വേണം നമ്മൾ തയ്യാറെടുക്കാൻ. അപ്പോൾ ഈ രണ്ട് പരീക്ഷകളും എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് പഠിച്ച് ക്രാക്ക് ചെയ്യാം, അതായത് ഒറ്റ പഠനത്തിലൂടെ, അതായത് നമ്മൾ ഒരു പഠനം കൊണ്ട് തുടങ്ങി വെക്കുന്നു, ഈ പഠനത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും മറ്റൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷന്റെ ഒപ്പം തന്നെ ഏതാണ്ട് ആഴ്ചകളുടെയോ അല്ലെങ്കിൽ മാസങ്ങളുടെയോ വ്യത്യാസത്തിൽ ഈ രണ്ട് പരീക്ഷകളും നമ്മളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പഠനത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ആ ഒരു ഗിയർ ഷിഫ്റ്റ് ഒന്ന് മാറ്റിയാൽ തന്നെ നമ്മുടെ എന്ത് ചെയ്യും, രണ്ട് പരീക്ഷയുടെ റാങ്കിൽ നമുക്ക് ഇടം നേടാനും വളരെ സേഫ് ആയിട്ട് മുമ്പോട്ട് പോകാനും പറ്റും. നമുക്കറിയാം നമ്മുടെ ലൈഫിന്റെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരു അൺസർട്ടനിറ്റിയാണ് നമ്മളെ മൊത്തം നയിക്കുന്നത്. ആ ഒരു അൺസർട്ടനിറ്റി ഇല്ലാതാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് രണ്ട് പരീക്ഷകളെയും ഈസി ആയിട്ട് ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്ക് രണ്ട് കോഴ്സുകളും എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാമെന്നും രണ്ട് കോഴ്സുകളും എങ്ങനെ സമയം മാറ്റി വെച്ച് പഠിക്കണമെന്നും കൃത്യമായിട്ട് വഴി കാട്ടുന്നതിനായിട്ടൊരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ വരുന്ന 21-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് ഈ വെബിനാർ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ വെബിനാറിൽ നിങ്ങൾ നേരിട്ട് പങ്കെടുക്കുക. നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ വെബിനാർ നടത്തുന്നത്. വെബിനാറിൽ പങ്കെടുക്കുന്നതിനും ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാനും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൃത്യമായിട്ട് സമയത്ത് ഇന്റിമേറ്റ് ചെയ്ത് അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ പങ്കെടുക്കാനും അവിടെ ഉണ്ടാകുന്ന ഓരോ സംശയങ്ങളും നമുക്കറിയാം നേരിട്ട് ചോദിക്കുകയും ഓരോ പോയിന്റിൽ നമുക്ക് പുതിയ പുതിയ സംശയങ്ങൾ ഉണ്ടാവും, അത് സോൾവ് ചെയ്ത് പോകാനുമുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് നിങ്ങൾ വെബിനാറിൽ പങ്കെടുക്കുക. അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു കോഴ്സുകൾ, ഈ രണ്ട് കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ കോഴ്സുകളെ പറ്റിയും കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.